ഇവളിനെ എങ്ങനെ നോക്കണം എന്നുള്ളത് എനിക്കറിയാം. അതിന് ചങ്കുറ്റുണ്ട എന്റെ നെഞ്ചത്ത്. നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. എങ്ങനെയായിരുന്നു സ്നേഹവും പ്രണയം? ഞങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാം വഴിയിലാണ് ഞങ്ങളെ സ്നേഹിച്ചതും എല്ലാം. ഒരു 2 ദിവസം കൊണ്ട് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ അങ്ങനെ ഏട്ടനും ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇവള് അത്രയും വേദനിച്ച അനുഭവിച്ച സങ്കടപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു ദിവസം കൊണ്ട് എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ ഇവളെ സ്നേഹിച്ചത്. എന്നെ മുന്നിൽ വെച്ചിട്ട് എൻ്റെ വീട്ടിനെ ഒരാൾ തൊടാനാകില്ല, ഒരു വാക്കുകൊണ്ട് നോവിക്കാനും കൂടി വിടില്ല ഞാൻ. ഇവള് ആദ്യം ഒന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ അവന്റെ ദ്രോഹങ്ങൾ സഹിക്കാൻ പറ്റാണ്ട് പെണ്ണ് അത്രയും ക്ഷമ കെട്ടിട്ട് അവനോട് വീട് ഇരുന്നു. പിന്നെ ഒരിക്കൽ കൊല്ലാൻ ഇവിടെ നോക്കിയിട്ട് ഇവള് അങ്ങനെ തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു വന്നതാണ്. പക്ഷെ പൈസ ഇല്ലാന്ന് അറിഞ്ഞപ്പോ ഞങ്ങളിനെ കറിവേപ്പില പോലെ തള്ളി. പൈസ ഉണ്ടെങ്കിൽ ഇവിടെ വിലയുള്ളൂ. പൈസ ഇല്ലാത്തവർ ഒന്നും വിലയില്ലാത്തവർ. ജാതി പറയുമ്പോൾ ഞാൻ വീടിനാണ്. എൻ്റെ കുട്ടി ചെറുംകുട്ടിയാണ്. ചെറുംകുട്ടിയെ പറയുമ്പോൾ ഞങ്ങളെ വെച്ച് താഴ്ന്ന ജാതിയാണ് ഈ ചെറും. എന്നെ സ്നേഹിക്കാൻ പറ്റിയ ഒരു പെൺകുട്ടിനെയാണ്. അത് ഞാൻ ജാതി കണ്ടിട്ടല്ല ഞാൻ സ്നേഹിച്ചത്. ഈ കല്യാണം കഴിക്കുന്നവരൊക്കെ ജാതി നോക്കിയിട്ടാണ് സ്നേഹിക്കുന്നത്. എന്നെ കണ്ടിട്ട്, ഒരു പെണ്ണിനെ കണ്ടിട്ട് കഞ്ചാവ് വെച്ചിട്ട് ഇങ്ങനെ. ഇതിപ്പോ പച്ചയ്ക്ക് പറയാന്ന് വെച്ചാ കള്ളു കുടിച്ചിട്ട് അറിയാലോ, ഈ ഉടുത്തുണി ഇല്ലാണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ എൻ്റെ ഇത്തിരി ധൈര്യം ചങ്കുറ്റി ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്. രാവിലെ ഹൈവേ ആയതുകൊണ്ട് അവിടെ ഓടാൻ ആൾക്കാരുണ്ട്. അപ്പൊ ഓടാൻ ആൾക്കാർ വരുമ്പോ ഇത്തിരി ഇവർക്ക് സേഫ്റ്റി ആയി ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പൊ ഈ സമയത്ത് ഞാൻ ഒരു വലിയൊരു ചാക്ക് എടുത്തിട്ട് ഞാനിങ്ങനെ പാലക്കാട് റൗണ്ട് ഇങ്ങനെ ചുറ്റി 250 രൂപ 200 അങ്ങനെ കിട്ടും. ഈ വരുമാനം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കും. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ കപ്പിളാണ്. നമസ്കാരം. നമസ്കാരം. മഞ്ജുൻ സുനിത. എങ്ങനെയാണ് ഇൻട്രോ പറയുന്നത്? നമസ്കാരം കൂട്ടായിരുന്നത്. ഹായ് കൂട്ടുകാരെ. ഹായ് ഫ്രണ്ട്സ്. ശരിക്കും നിങ്ങൾ ഭയങ്കര വൈറലായി. നിങ്ങളുടെ ഈ മറ്റേ ഒരു ഡയലോഗ് ഉണ്ട്, ഒരു ഫേമസ് ഡയലോഗ് ഉണ്ടല്ലോ, അതെന്തായിരുന്നു ഡയലോഗ്? ഇവളിനെ എങ്ങനെ നോക്കണം, അതൊന്ന് പറഞ്ഞേ. ഇവളിനെ എങ്ങനെ നോക്കണം എന്നുള്ളത് എനിക്കറിയാം. അതിന് ചങ്കുറ്റുണ്ട എന്റെ നെഞ്ചത്ത്. അത് ഒരുപാട് പേരെടുത്തിട്ട് ഇപ്പം ചെയ്യുന്നുണ്ട് പല രീതിയിൽ. അങ്ങനെയാണ് ഞാനും. നിങ്ങളെ അല്ലാണ്ട് തന്നെ ഞാൻ കണ്ടിരുന്നു. ഞാൻ നിങ്ങളുടെ ദിലീപിനെ കുറിച്ച് പറയുന്നൊരു വീഡിയോ കണ്ടിരുന്നു. ദിലീപിനെ കുറിച്ച് പറയുന്നൊരു വീഡിയോ ആണെന്ന് തോന്നുന്നു. പിന്നെ ഭയങ്കരമായിട്ടും ഓടി. പിന്നെ ആണെന്ന് തോന്നുന്നു നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഇൻസ്റ്റ കയറി തപ്പിയതല്ലേ? ശരിക്കും ദിലീപിന്റെ ഫാനാ? ദിലീപിന്റെ ഫാന് പറഞ്ഞാൽ ഞാൻ കുട്ടിക്കാലം തൊട്ടേ അങ്ങേരിനെ കാണാൻ തുടങ്ങിയ പ്രായമാണ്. അങ്ങേരി പറഞ്ഞാൽ അങ്ങേന്റെ സിനിമ കണ്ട ഞാൻ ഫ്രണ്ടിലുണ്ടാവും, തിയേറ്ററിന്റെ ഫ്രണ്ടിലുണ്ടാവും. അത്ര ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അങ്ങേര് ഒരു നടിയെ ആക്രമിച്ച കേസിൽ അകത്ത് പോയി. അതിന്റെ കേസിൽ കുറെ പ്രശ്നങ്ങൾക്ക് അങ്ങേരക്ക് കുറെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങേര് കുറ്റക്കാരനല്ലാണ്ട് കോടതിയെ വെറുതെ വിട്ടു. അപ്പോൾ ജനങ്ങളൊക്കെ പിന്നെയും ആളിനെ, കോടതി തെറ്റുകാരനല്ലാണ്ട് വെറുതെ വിട്ട ആളിനെ വീണ്ടും അതിനെ കുറിച്ച് പറയണം. കോടതിയിലെ ആവശ്യം തെളിവാണ്. ഇല്ല ചിലവരൊക്കെ പറയും എല്ലാവരും പറയും പണത്തിന്റെ മുകളിൽ ആള് ഇറങ്ങി വന്നാണ്. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹിന്ദി ഒരു നടനുണ്ട് സൽമാൻ ഖാൻ. ആള് കാറ് കയറ്റി ഒരാളിനെ കൊലപ്പെടുത്തി. അതൊക്കെ കണ്ടു. അപ്പോ ആൾക്ക് കോടിക്കണക്കിന്, ദിലീപേട്ടനെ പറ്റി കോടിക്കണക്കിന് രൂപയുണ്ട്. അയാളിനെ 3 വർഷം വരെ അകത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെന്ന് വെച്ചാൽ ആൾക്ക് പണമുണ്ട്, എല്ലാം ഉണ്ടല്ലോ. ആള് വെളിയിൽ ഇറങ്ങി വന്നൂടെ? അതൊക്കെ അറിയും. എന്നിട്ട് അയാൾക്ക് പണം എല്ലാം ഉണ്ട്. എന്നിട്ട് അയാൾക്ക് വെളിയിൽ ഇറങ്ങി വന്നൂടെ? എന്തുകൊണ്ട് വന്നില്ല? കാരണം അതാണ് മെയിൻ. കോടതിയിൽ ആവശ്യം തെളിവില്ലാണ്ട് ഒരു ഇതില്ല. ഇപ്പൊ ദിലീപേട്ടൻ കുറ്റം ചെയ്തെന്ന് ഇരിക്കട്ടെ, അതിപ്പോ പണം കൊണ്ട് ഇറങ്ങി വന്നു എന്നിരിക്കട്ടെ. ഇപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന കുറ്റക്കാരനെല്ലാവരും ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഒരുത്തിന്റെ ആരാണ് പൾസർ സുനിന്റെ ഒപ്പമുള്ള പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഇത് ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ചെയ്ത ഗൂഢാലോചനയാണ്. ലാലും മഞ്ജു വാര്യറും രമ്യ നമ്പീഷനും ഇവരെ കൂടിയിട്ട് കൊടുക്കാൻ ചെയ്ത പണിയാണ്. അതിന്റെ പ്രതിഫലമായിട്ട് മഞ്ജു വാര്യർക്ക് കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് കിട്ടിയത് അവന്റെ മൊഴിയിലുണ്ട്. പിന്നെ അതൊക്കെ കൂടിയിട്ട് എങ്ങനെ പറയുമ്പോൾ എനിക്കത് കേട്ടു നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. ആ സംസാരമാണ് എനിക്ക് തോന്നുന്നു ഭയങ്കര വൈറലായതും
പിന്നീട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളെ തേടി ആളുകൾ എത്തുകയും ചെയ്തത്. തെളിവുകളാണ് ആവശ്യം കോടതിക്ക്. ഈ പറയുന്ന അവർ പറയുന്നതും ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഫ്ലാറ്റ് കിട്ടി, ഇതൊരു ഗൂഢാലോചനയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതും ഒരു ആരോപണമായിക്കൂടെ? ആരോപണം ആകണവർ അതിന് നമുക്ക് ഒരു കാര്യം ഇല്ലല്ലോ. അവൻ തന്നെ ഒരു പറയുന്നുണ്ട്, അതിൽ തന്നെ പറയുന്നുണ്ട് ഇവര് തെളിവ് കാണിച്ചിട്ടില്ലല്ലോ. തെളിവ് കാണിച്ചിട്ടില്ല, എന്നാൽ ചെയ്തവർ തന്നെ തന്നെയല്ലേ നമ്മൾ പറയുന്നത്. തെളിവുകളാണ് കോടതിക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ തെളിവല്ലേ ഇതിനെല്ലാം വേണം. അതെ, സത്യമാണ്. പക്ഷെ അവന്റെ മൊഴിയിൽ നിന്നും കേൾക്കണ്ടല്ലോ ഇപ്പൊ ദിലീപേട്ടൻ ചെയ്തില്ല എന്ന്. ആദ്യം പൾസൂരി പറഞ്ഞു ദിലീപ് ചെയ്തു എന്ന്. ഇപ്പൊ അവര് എങ്ങനെ മാറ്റി പറയുന്നത്? അതൊക്കെ നമ്മ ഊഹിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ. ഇത് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ കുറെ വർഷമായിട്ട് ദിലീപിൻ ഫാൻസ് ആണ് അല്ലേ? ചെറുതിലെ മുതലാണ് കണ്ടിട്ടുണ്ട് ഒരുപാട് തവണ. അങ്ങനെ കുറെ തവണ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സാഷിന്റെ ഇതില് ഒരു മെമ്മറി കാർഡും കാര്യങ്ങളൊക്കെ കിട്ടി, കുറെ ഫോട്ടോസ് കിട്ടി. പറഞ്ഞിട്ട് അങ്ങനെ ഒരു 3 മാസം വരെ ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ദിലീപേട്ടനെ കാണാൻ വേണ്ടിട്ട് ഞങ്ങള് ആലുവയില് പോയിട്ടുണ്ടായിരുന്നു ദിലീപേട്ടന്റെ വീട്ടിക്ക്. അതേപോലെ അങ്ങേരിനെ ശിക്ഷകന് വിടുമ്പോഴും ഞങ്ങള് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വർക്ക് തൃശ്ശൂരായിരുന്നു. അപ്പൊ ഞങ്ങൾ ദിലീപേട്ടനൊക്കെ കാണാൻ വേണ്ടി അത്രയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഓക്കെ, നമുക്ക് അങ്ങനെയാണ്. നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ ഇപ്പം തെറ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അതൊക്കെ സെക്കൻഡറിയാണ്. നമുക്കതറിയില്ല. ഈ പറഞ്ഞ പോലെ നമ്മളല്ല തീരുമാനിക്കുന്നത്. നമുക്ക് ഇങ്ങനെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളും നിങ്ങളെപ്പോലെ തന്നെ മീഡിയ വഴിയാണ് എല്ലാം അറിയുന്നത്. ഇപ്പം ക്യാമറയുണ്ട്, നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചാലോ അടിച്ചാലോ അതിനൊരു തെളിവുണ്ട്. അല്ലാണ്ട് തന്നെ അവിടെ വെച്ച് അടിക്കുകയോ അല്ല ഞാൻ നിങ്ങളെ ദ്രോഹിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് തെളിവില്ല. പറയാൻ മാത്രമേ നിങ്ങൾക്ക് പറ്റുള്ളൂ. അപ്പം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാം അറിയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ. ഇപ്പോൾ ഞാനിത് ഒരു കാര്യം ചോദിക്കാം. ഇപ്പം നമ്മുടെ പെറ്റ അമ്മനെ പറ്റി ആരെയും അനാവശ്യം പറഞ്ഞ് നമുക്ക് കേട്ടു നിൽക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഒരു ആണിന് പറ്റില്ല. അതേപോലെ തന്നെ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും കേട്ടു നിൽക്കാൻ പറ്റില്ല. അത് തന്നെ ഞാൻ പറഞ്ഞത്. ആണിനോ പെണ്ണിനോ എന്നല്ല, നമ്മൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു വ്യക്തിയെ പറ്റിയും ഒരാൾ പറയുമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അത് സ്വാഭാവികമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ കോർട്ടിൻ്റെ മുന്നിലിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനിയും വരാനുണ്ട്, ഇനിയും അത് നടക്കാനുണ്ട്. അപ്പുറത്ത് ഇതൊരു ഒരു പെൺകുട്ടിക്ക് നേരിട്ട അനീതിയാണ്. ആ അനീതിയോട് സമരസപ്പെടുക എന്നും അല്ലെങ്കിൽ ആ അനീതിയോട് നമ്മൾ നേരിട്ട അനീതിയെ നമ്മൾ പുറം ലോകം എത്തിക്കുക എന്നുള്ളത് അത് ഒരു നമ്മളുടെ കൂടെ. കാരണം സുനിത ഒരു പെണ്ണാണ്. കാരണം ആ ഫസ്റ്റ് ഡയലോഗ് പറയുന്നത് തന്നെ ഇവളെ നോക്കാനുള്ള ചങ്കൂറ്റം എനിക്ക് ഉണ്ടടാന്നാണ്. അതായത് സുനിതയുടെ സേഫ്റ്റി വിചാരിച്ചിട്ടാണ് ഇപ്പോഴും ജോലി പോലും ആക്രിക്കച്ചവടം ആക്കിയേക്കുന്നത്. അപ്പൊ എന്താ പറയാ, മഞ്ജുളിന് സുനിതയെ പോലെ തന്നെയാണ് ഇവിടെയുള്ള ഓരോ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അവരവരെ. അതെ, ഞാനത് ഇത് പറയില്ല, അതിപ്പോ ഞാൻ ആരും കുറ്റം പറയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സ്ത്രീക്ക് നീതി കിട്ടിയെന്നെ വേണം. കിട്ടണ്ടെന്ന് പറഞ്ഞില്ല, ഒരിക്കലും കിട്ടണ്ടെന്ന് പറയില്ല. നീതി കിട്ടിയെന്നെ വേണം. അതിന് ദിലീപേട്ടന്റെ പുറകെ എങ്ങനെ പോണു? അതിപ്പോ എന്താ ഒരു ന്യൂസ് മുട്ട കൊണ്ടൊരു അതിന്റെ പേര് എനിക്കറിയില്ല. ആളുടെ ക്യാമറ ദിലീപേട്ടൻ പോണ ബാത്റൂമിലും കൂടിയിട്ടാണ് പോണത്. ഇങ്ങനെയൊക്കെ നമ്മൾ ഇതാക്കുമ്പോ കോടതി തന്നെ വെറുതെ വിട്ട ആളിന്റെ വീട്ടില് എങ്ങനെയൊക്കെ നമ്മൾ ക്യാമറകൾ നമ്മൾ കാണുമ്പോൾ അതൊക്കെ നമുക്ക് കണ്ട്. തീർച്ചയായും പറഞ്ഞതില് മാധ്യമധർമ്മത്തിന് ഇപ്പൊ ഞാനടക്കമുള്ളവര് ഒരു ജേർണലിസ്റ്റ് ആണ്. മാധ്യമധർമ്മത്തിൽ പെട്ടുന്ന കാര്യങ്ങളൊന്നും അല്ല ഒരിക്കലും ഒരാളുടെ. നമ്മളിപ്പോൾ തന്നെ നിങ്ങൾ ആലുവയിൽ വന്ന് ഇറങ്ങിയപ്പോൾ നിങ്ങളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ശരി നമ്മൾ എൻജോയ് ചെയ്യും, ഒരു 2-3 വരെയൊക്കെ എൻജോയ് ചെയ്യും. പക്ഷെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പ്രൈവസി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മളുടെ മാത്രം സ്വകാര്യത. ആ സ്വകാര്യതയിൽ ഭയങ്കര പ്രശ്നമാണ്. അത് തീർച്ചയായിട്ടും ആ പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നുണ്ട്. സുനിത ഭയങ്കര പേടിച്ചരണ്ടാണല്ലോ ഇരിക്കുന്നത്. എന്ത് പറ്റി? ഒന്നുമില്ലേ സുനിത? പക്ഷെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഏട്ടൻ എന്നും പറഞ്ഞിട്ട് ഭയങ്കര ആക്റ്റീവാണല്ലോ. ഇപ്പം തന്നെ ഞാൻ ശ്രദ്ധിച്ചു, മഞ്ജുള് സംസാരിക്കുമ്പോൾ എല്ലാം സുനിത ഇങ്ങനെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നിട്ട് ആ എക്സ്പ്രഷൻ ഇടുന്നത് സുനിതയാണ്. അതെല്ലാവരും പറയാറുണ്ട്, ചേട്ടൻ പറയുന്നതിന് എക്സ്പ്രഷൻ ഇടുന്നത് സുനിതയാണത്. അതെന്താ സുനിത അത്രയും അറ്റാച്ച്ഡ് ആണോ? പുള്ളി പറയുന്നതൊക്കെ സുനിതയുടെ വാക്കുകളാണോ? ആണോ? ഇതിന് ഒറ്റ വാക്കിൽ ഉത്തരം തീർന്നോ? ഇല്ല, എന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഏട്ടൻ ഇങ്ങനെ ഇരിക്കുന്നതും എല്ലാം. പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. 2 വർഷമായി. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇപ്പം ഇപ്പം അതിനകത്ത് 1-2 വീഡിയോയിൽ ഞാൻ കേട്ടതാണ് കേട്ടോ. നിങ്ങൾ സുനിത പറഞ്ഞിട്ട് വേറെ ഏതോ ജോലി ഉണ്ടായിരുന്നു നിർത്തിയിട്ട് ഇപ്പം ആക്രി പെറുക്കാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. അതെന്താ സംഭവം? അതെന്താ സംഗതി ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ തൃശ്ശൂർ പണിയെടുക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നത്.
അപ്പോൾ ഇവളുടെ വീട്ടിൽ എപ്പോൾ നോക്കിയാലും പ്രശ്നം തന്നെയാണ്. ഇവളുടെ അച്ഛനമ്മയും ഇവളിനെ ഓരോരോ കുറ്റം പറഞ്ഞു, ഓരോരോ വഴക്ക് പറഞ്ഞു ഒക്കെ ഇവള് കരഞ്ഞിട്ട് എന്നെ ഫോൺ വിളിച്ച് പറയും. അപ്പം എനിക്ക് അവിടെ മനസ്സമാനത്തിൽ പണിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ അവിടുത്തെ പണി വിട്ടിട്ട് ഇവളുടെ വീട്ടിൽ കല്യാണം കഴിയാത്ത മുന്നേ തന്നെ ഇവളുടെ വീട്ടിൽ ഞാൻ കയറിയതാണ്. ഒരു 3-4 മാസം വരെ ഇരുന്നു. എന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ പറഞ്ഞു, ശരി ചെക്കനെ ഇങ്ങനെ ഇരുത്തിയാൽ ശരിയായില്ല, നമുക്ക് കല്യാണം കഴിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കല്യാണം കഴിപ്പിച്ചത്. അങ്ങനെ ഞങ്ങൾ വീട്ടുകാരെ കല്യാണം കഴിപ്പിച്ച് തന്നു. അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഇവന്റെ 3 ചേച്ചിമാര് വരാണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതി പ്രശ്നത്തിന്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ജാതി പറയുന്നു, എൻ്റെ പെണ്ണിന്റെ ജാതി പറയുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സ്ഥലം എവിടെയാ? പാലക്കാട് കൊല്ലംകോട്. എൻ്റെ വീട് കൊല്ലംകോട്, പെണ്ണിന്റെ വീട് മലമ്പുഴ. അപ്പൊ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഒരു കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഇല്ലാത്തല്ലോ. അപ്പൊ ഏത് കുടുംബത്തിൽ പ്രശ്നം ഇല്ലാത്തത്? അത് നേരെ ആരും വെളിയെ കാട്ടി നടക്കുമോ? ആരും വെളിയെ കാട്ടി നടക്കില്ല. അപ്പോ ഞങ്ങള് അത് പുറത്ത് കാണിച്ചു. ഞങ്ങള് വന്നിട്ട് ഈ തെരുവിൽ വന്നിട്ട് തന്നെ ഒരു വർഷമായി. ഒരു വർഷമായിട്ട് പാലക്കാട് എവിടെയാണ് താമസിക്കുന്നത് നിങ്ങൾ? പാലക്കാട് സ്റ്റേഡിയം മറ്റേ ബൈപ്പാസിന്റെ അവിടെ ഷെഡ് കെട്ടി താമസിക്കുന്നത്. ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് അങ്ങനെ നിൽക്കാൻ സാധിക്കുന്നത്? ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ, സ്നേഹിച്ച് ഇറക്കിക്കൊണ്ട് നിൽക്കാൻ പറഞ്ഞു വെച്ചാ ഈ ഞങ്ങൾ ആദ്യം ഇരുന്നത് അവിടെ പണി തീരാത്ത ബിൽഡിംഗ് ഉണ്ടായിരുന്നു. എവിടെ? അവിടെ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ, വീടിന്റെ തൊട്ടടുത്തോ? ഞങ്ങളിപ്പോ ഇരിക്കുന്ന അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഏറ്റവും മേലെയാണ് ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ പണി തുടങ്ങുന്നു പറഞ്ഞപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ടാക്കി. അപ്പൊ പിന്നെ ഞങ്ങൾ ഷെഡ് കെട്ടിയിട്ട് താമസിച്ചു. പിന്നെ ഞങ്ങൾക്ക് കുറെ ആക്രമണവും എല്ലാം വന്നു. എന്താണ്? കുടിച്ചിട്ടും കഞ്ചാവ് വലിച്ചിട്ടും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒക്കെ എന്റെ ഏട്ട ഉള്ളത് കൊണ്ട് ഞാൻ ഇതുവരെ ഇങ്ങനെ എത്തിയത്. ഈ പറയുന്ന നിങ്ങൾ ആ ഷെഡിൽ താമസിക്കുമ്പോഴാണ് ഈ പറയുന്ന ആക്രമണങ്ങളൊക്കെ? അല്ല, അതിലും ഉണ്ടായിരുന്നു. മുകളിൽ ഇരിക്കുമ്പോഴും വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലിരിക്കുമ്പോഴും വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലെ എന്തായിരുന്നു വന്നോണ്ടിരുന്നത്? ഇവളുടെ വീട്ടിലിരിക്കുമ്പോൾ ഓരോരോ കുറ്റങ്ങൾ പറച്ചാലും ഇവള് എന്ത് കറി വെച്ചാലും ഇപ്പൊ ചോറ് വെച്ചാൽ എന്ത് വെച്ചാലും ഇവള് ഓരോരോ കുറ്റം പറയും. അത് ഞാൻ പണിക്ക് പോയ ശേഷം ഇവള് ഓരോരോ കുറ്റം പറയും. അത് കാരണമുണ്ട്, ഞാൻ പറയാ. അത് ഞാൻ ഉള്ളത് കൊണ്ടും ഇവള് ഉള്ളത് കൊണ്ടും 3 ചേച്ചിമാര് വരാണ്ടായി. അപ്പൊ അവര് വരാൻ വേണ്ടിട്ട് ഞങ്ങളെ വെളി ആക്കണം. അപ്പൊ ഞങ്ങളെ വെളിയിലാക്കിയ അവർക്ക് വരാലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇല്ലാത്ത സമയത്ത് എൻ്റെ കൂടെ അത്രയും സഹിച്ചിട്ടുണ്ട് ഇവള്. എന്നിട്ട് ഞാൻ ഉണ്ടാകുമ്പോ ഒന്നും പറയില്ല. എന്നെ മുന്നിൽ വെച്ചിട്ട് എൻ്റെ കൂട്ടിനെ ഒരാൾ തൊടാനാക്കില്ല. ഒരു വാക്കുകൊണ്ട് നോവിക്കാൻ കൂടി വിടില്ല ഞാൻ. അപ്പൊ എന്റെ മുന്നിൽ വെച്ചിട്ട് പറയാൻ പറ്റില്ലല്ലോ. അത് ഞാൻ പണിക്ക് പോയ ശേഷം ഇവിടെ ഓരോരോ കുത്തി നോക്കിക്കല് എല്ലാം പറയും. മഞ്ജുളിന്റെ വീട്ടിൽ കൊണ്ടുപോയില്ലായിരുന്നോ? ഇല്ല, എന്റെ വീട്ടിലും ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്റെ ഏട്ടന് മാരേജ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ വീട്ടിലും കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ജാതിപരമായിട്ടുള്ള പ്രശ്നം നേരിട്ടത് എവിടായിരുന്നു? അത് മൊത്തം പറയുകയാണെങ്കിൽ ഞങ്ങൾ 2 വീട്ടിലും പ്രശ്നം തന്നെ. ജാതി, എന്റെ വീട്ടില് ജാതി, ഇവളുടെ വീട്ടില് ഈ പ്രശ്നം. നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. എങ്ങനെയായിരുന്നു സ്നേഹവും പ്രണയവും? സ്നേഹം പറയുമ്പോ അത് ഞങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാം വഴിയിലാണ് ഞങ്ങളെ സ്നേഹിച്ചതും എല്ലാം. എങ്ങനെ ആദ്യം കണ്ടത്? പ്രണയം ആദ്യം കണ്ടത് പറഞ്ഞു വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇട്ടപ്പോ ഞാനിങ്ങനെ മുഖം മറിച്ചിട്ട് കണ്ണു മാത്രം കാണിച്ചിട്ട് ഞാൻ ടീപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏട്ടൻ കണ്ടപ്പോ അത് നോക്കി. അത് കണ്ടപ്പോ വീഡിയോ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പോ എന്നെ കണ്ടപ്പോ എന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ അന്ന് തന്നെ എന്താണ് ജനുവരി 2023 28 എന്നെ ഇഷ്ടമാണ് പറഞ്ഞു. പിന്നെ ആദ്യം ആലോചിച്ചു. ഒരു 2 ദിവസം കൊണ്ട് ഞാൻ ഇഷ്ടമാണ് പറഞ്ഞു. അപ്പോ ഞാൻ അങ്ങനെ ഏട്ടനെയും ഇഷ്ടമാണ് പറഞ്ഞു. പിന്നെ വീട്ടിൽ അറിയിച്ചു. ഒന്നും മാത്രല്ല, ഒരു ദിവസം കൊണ്ട്, ഒറ്റ ദിവസം കൊണ്ട് ഇവള് അത്രയും വേദനിച്ച, അനുഭവിച്ച, സങ്കടപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു ദിവസം കൊണ്ട് എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ ഇവളെ സ്നേഹിച്ചത്. എന്ത് പറ്റി? കാരണം ഇവളുടെ വിഷമങ്ങള് ഇവള് ആദ്യം ഒന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ അവന്റെ ദ്രോഹങ്ങൾ സഹിക്കാൻ പറ്റാണ്ട് എന്താ പറയാ, ഒരു പെണ്ണ് അത്രയും ക്ഷമ കെട്ടിട്ട് അവനോട് വീട് ഇരുന്നു. പിന്നെ ഒരിക്കൽ കൊല്ലാൻ നോക്കിയിട്ട് ഇവള് അങ്ങനെ തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു വന്നതാണ്. എവിടെയായിരുന്നു ആദ്യത്തെ കല്യാണം? വാൽപ്പാറയോ? അവിടെ നിന്ന് ഞാൻ ഇവിടേക്ക്
അങ്ങനെ വാൽപ്പാറ ഈ ചാലക്കുടി അവിടെ എവിടെയാണ്? അല്ലല്ല, പൊള്ളാച്ചി. പൊള്ളാച്ചി. ഓ അതന്നെ. തമിഴ്നാട്. തമിഴ്നാട്. അപ്പൊ കല്യാണം കഴിപ്പിച്ച് വിട്ടതാണോ വീട്ടിൽ? കല്യാണം കഴിച്ചു കൊടുത്ത് കരിയങ്കോട് കോട്ടായി പറയും പൂടൂര് ആ ഭാഗത്ത് കൊടുത്തത്. പക്ഷെ അവര് ഇരിക്കണത് അവിടെയാണ് വാളിപ്പാറയില്. അപ്പൊ എന്നെ അവിടെ കൊണ്ടുപോയി. ആദ്യമൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അതിന്റെ 3ാമത്തെ അനിയൻ പറഞ്ഞു എന്താണ് ഇന്ന് 4 കാലിൽ വരും. അപ്പൊ എനിക്ക് ഒരു 4 കാലിൽ എന്ന് പറഞ്ഞ കുടിച്ചിട്ട് 4 കാലിൽ വരും. നിങ്ങൾ ഈ പാലക്കാട് ഭാഷയുണ്ട്, എനിക്ക് കുറച്ച് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട്. അപ്പൊ അങ്ങനെ വരും പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചു എന്തെടുക്ക പറഞ്ഞിട്ട്. എന്നെ ആദ്യം കൊണ്ടുപോയ സമയത്ത് തന്നെ ആള് പോയി, എന്റെ അടുത്ത് ഇരുന്നും കൂടിയില്ല ഭർത്താവ്. അങ്ങനെ പോയിട്ട് പിന്നെ വൈകുന്നേരം വരും കുടിച്ചിട്ട്. അന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്ത് നല്ല കാര്യം പറഞ്ഞാലും അത് കേൾക്കില്ല. കുടിച്ചു വന്നിട്ട് നല്ല കാര്യം പറഞ്ഞാലും തല്ലിയിട്ടും മുടി പിടിച്ച് കുത്തിയിട്ടും ഒക്കെ അനുഭവിച്ചു. ഒരുപാട് ദ്രോഹിക്കുമായിരുന്നോ? അതിന്റെ പാടാണെന്ന് ഇതാ അവിടെ ഉണ്ട് ചൂണ്ടില്. എന്ത് പറ്റി? കട്ടിലില് കുത്തിയിട്ട് കൊറേ അനുഭവിച്ചു. കട്ടിലിൽ പിടിച്ച് ഇടിച്ച് കൊറേ മുടിയിൽ പിടിച്ച് കൊറേ അനുഭവിച്ചു. ഈ അനുഭവമൊക്കെ ഇവിടെ എന്നോട് പറഞ്ഞ എല്ലാ കാര്യം ഒരു ദിവസം പരിചയപ്പെട്ട ഒരു ദിവസം എന്റെ ഒരു ലീവ് കളഞ്ഞിട്ട് ഇവളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഓണറിനോട് ലീവ് പറഞ്ഞിട്ട് ഇവളുടെ കഥകളെല്ലാം കേട്ട ശേഷമാണ് ഞാൻ നേരിട്ട് പോയി കണ്ടോ ഇവളോട് പറഞ്ഞത്, ഇനി എന്റെ കുട്ടിക്ക് പേടിക്കണ്ട, ഈ ഞാനുണ്ട് എന്നുള്ളത്. ഇതുവരെ ഞാൻ ഇവളിനെ വിട്ടില്ല. പിന്നെ ഞാൻ ആ പ്രശ്നത്തെ ഇതായിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു. അല്ല ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാൾ അവിടെ നിന്നു? 4 മാസം വരെ നിന്നു. 4 മാസം. ആ 4 മാസത്തിനിടയ്ക്ക് 4 മാസം നിന്നു. 4 മാസം നിന്നിട്ട് അതിന് ഏട്ടൻ സ്നേഹിച്ച് അങ്ങനെ ഇതൊക്കെ ആയി. അല്ല ഞാൻ ചോദിച്ച കല്യാണം കഴിപ്പിച്ച വിട്ട വീട്ടിലെ 4 മാസത്തിനിടയ്ക്കാണ് ഇത്രയും ദ്രോഹിച്ചത്. 2.5 വർഷം നിന്ന് ദ്രോഹം കൊണ്ടോ? സഹിച്ചു. എനിക്ക് അന്ന് കൊറോണ വന്ന സമയമാണല്ലോ, അപ്പൊ ആ സമയത്ത് അവിടെയായിരുന്നു. അപ്പൊ എനിക്ക് ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണല്ലോ, ഗോപാലപുരം ഇറങ്ങിയിട്ട് അങ്ങനെ പോകണല്ലോ, അതെനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ അതിന്റെയൊക്കെ മാറിയപ്പോ പൊള്ളാച്ചി നിന്ന് പാലക്കാട്ടേക്ക് തന്നെ കിട്ടുമല്ലോ, അങ്ങനെ മനസ്സിലാക്കിയപ്പോ അങ്ങനെ ഞാന്. കുട്ടികളുണ്ടോ അതിനകത്ത്? ഇല്ല. സുനിതയ്ക്ക് ഇത്രയും വണ്ണമേ ഉള്ളായിരുന്നോ? അതാ ഈ പറയുന്ന വ്യക്തി ഇങ്ങനെ ദ്രോഹിച്ച് നമ്മൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇങ്ങനെ ആയതാണോ? അത്ര അനുഭവിച്ചിട്ടു. എന്നിട്ട് വീട്ടിൽ വന്നിട്ടും ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഭക്ഷണം കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ വീട്ടുകാരോട് ഇത് പറഞ്ഞപ്പോ അവര് ഇറങ്ങി വരാൻ പറഞ്ഞില്ലായിരുന്നോ? അവര് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോ, ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ എൻ്റെ മൂത്ത ചേച്ചി ഒന്നുണ്ട്, ആ ചേച്ചി പറഞ്ഞു എന്താണ് നിങ്ങൾ 10,000 രൂപ ഉണ്ടാക്കി എന്നിട്ട് അവിടേക്ക് പോവാന്ന്. അങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങളെ എന്തോ പറഞ്ഞിട്ട് അമ്മയ്ക്ക് അച്ഛന് വയസ്സായിരിക്കുക, അവര് അവിടെ പോയി ഉണ്ടാക്കും. 10,000 രൂപ ഉണ്ടാക്കും. ഡൈവേഴ്സ് ചെയ്യണമെങ്കിൽ 10,000 രൂപ എന്നിട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അതേ സ്പോട്ടിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവൾക്കൊരു ആങ്ങളി ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു? ഒരിക്കലും സംഭവിക്കില്ല. ഒരു ആങ്ങളെ ഇവൾക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ല. ഇവൾക്ക് ഇങ്ങനത്തെ ഒരു അക്രമം നടക്കൂല. ഇങ്ങനത്തെ ഒരു ഡൈവേഴ്സിൽ നിന്ന് പിരിച്ചുവിട്ട് നല്ലൊരു വിവാഹം തന്നെ കഴിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു ആങ്ങളി ഇല്ലാത്തതുകൊണ്ടാണ്. വീട്ടുകാര് എൻ്റെ കല്യാണം കഴിയുന്ന മുന്നേ ഈ നിശ്ചയം കഴിഞ്ഞപ്പോൾ എല്ലാവരും അറിയായിരുന്നു. ഇങ്ങനെ കുടിക്കും എല്ലാം അറിഞ്ഞിട്ടും എന്നോട് ഒരു വാക്ക് അവർ പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ എന്നെ കുത്തലോടെ കുത്തി, കുടിച്ചിട്ട് ഇങ്ങനെ പറയാണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ, നിശ്ചയമല്ലേ കഴിഞ്ഞുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. കല്യാണം പിന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സഹിച്ചല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതുവരെ സഹിച്ചു. ഇങ്ങനെ തല്ലുന്നൊക്കെ ഉണ്ട്, വീട്ടുകാർക്ക് ഒരു നാണക്കേട് ഇതാക്കണ്ട പറഞ്ഞ അതുവരെ സഹിച്ചു. ഷാളെടുത്തിട്ട് പൊള്ളയിട്ട് കൊല്ലാൻ നോക്കിയിട്ട് ഷാളെടുത്ത് കുരുക്കിട്ട് എന്നിട്ട് അവിടുന്ന് രക്ഷപ്പെടുത്തുക. അവിടുന്ന് പൊള്ളാച്ചിന്ന് കൂടെ എവിടെയാണ് വാളിയും പാറിന്ന് ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് വരണേ ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ഇവിടെ വീട്ടിൽ വന്നിരുന്നിട്ടും കൂടി അവര് അന്വേഷിക്കാൻ വന്നിട്ടില്ല. ആരും ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന്. നിങ്ങൾ ഡിവോഴ്സ് കഴിഞ്ഞിരുന്നോ? ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ല, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പൊ ഈ സുനിതയുടെ വീഡിയോ ഒക്കെ അവര് കാണാറുണ്ടോ? അവരൊക്കെ കാണാൻ പറഞ്ഞാൽ തമിഴ്നാട്ടിൽ അറിയുമെന്ന് അറിയില്ല. ഇനിയിപ്പോ ഫേസ്ബുക്കിലുണ്ടെങ്കിൽ അറിയാൻ പറ്റും.
അറിയാൻ പറ്റും. ഇപ്പൊ ഈ ഹസ്ബൻഡിന്റെ വീട്ടിലെ ഈ ദ്രോഹങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ വീട്ടുകാർ അമ്മയോ അച്ഛനോ ഒന്നും പറയാറില്ലായിരുന്നു? അച്ഛൻ പറഞ്ഞു വെച്ചാ എന്താണ്, ഞാൻ വരുന്നതിന് മുന്നേ മരിച്ചിട്ട് ഒരു കൊല്ലം. അച്ഛൻ മരിച്ചു. അച്ഛനുണ്ടാവുമ്പോ എന്നെ തൊടയക്കില്ല, പറഞ്ഞ കേൾക്കും. അച്ഛനില്ലാത്ത ആയപ്പോ തിമിര് കൂടിയപ്പോ അങ്ങനെ കുടിച്ച് എന്താണ് വീട്ടിൽ വന്നിട്ട് കുടിച്ചിട്ട് ബെൽറ്റ് കൊണ്ടൊക്കെ ഇതാക്കിയിട്ടുണ്ട്. എന്റെ മൂന്നാമത്തെ ചേച്ചിന്റെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഓണ സമയത്ത്. അപ്പോ അവരും പേടിച്ചിട്ട് ഉള്ളിലൊക്കെ പോയി. വീട്ടുകാർ വന്ന സമയത്തും എന്റെ വീട്ടുകാർ പറഞ്ഞു വെച്ചാ ഓണക്കൊടി എടുക്കാൻ വേണ്ടിട്ട് അവര് പോയി. അപ്പൊ വീട്ടില് മൂന്നാമത്തെ ചേച്ചി മാത്രം ഉണ്ടായിരുന്നു. പിന്നെ 3 കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ അവര് കണ്ടിട്ട് അങ്ങനെ പേടിച്ച് അങ്ങനെ പോയി. ഒരിക്കൽ ജീവനും പിടിച്ചോണ്ടാണല്ലോ അവിടെ നിന്ന് ഓടി ഇങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ വീട്ടിൽ വന്ന് 2 മാസം കഴിഞ്ഞപ്പോഴാണോ മഞ്ജുള്ള ഇൻസ്റ്റാഗ്രാമില് പെട്ടെന്ന് എന്താ അട്രാക്ഷൻ തോന്നിയ കണ്ണാണ്? അട്രാക്ഷൻ തോന്നുന്നത് കണ്ണ് മാത്രമല്ല, ഇവള് പറഞ്ഞ എൻ്റെ സത്യങ്ങൾ, ഇവള് എന്നോട് ഒരു കാര്യം മറച്ചു വെക്കാതെ ഈ പറഞ്ഞ സത്യങ്ങളില്ലേ, അതിലാണ് ഞാൻ ഇവളെ സ്നേഹിച്ചത്. ഒരു കാര്യം ഇവളോട് നുണ പറഞ്ഞില്ല, എല്ലാ കാര്യം എന്നോട് പറഞ്ഞു. അതന്നെ ഞാൻ ഇപ്പൊ ഇത്രയും നേരത്തെ പറഞ്ഞത്. ഒരു ദിവസം എൻ്റെ പണി കളഞ്ഞിട്ട് ഇവളുടെ കഥകളൊക്കെ കേട്ടിട്ടാണ് ഞാൻ ഇവളെ സ്നേഹിച്ചത്. എന്നിട്ട് ഞാൻ ഇവളുടെ വീട്ടുകാരെ ഞാൻ പറഞ്ഞു, ശരി ഞാൻ വെയിറ്റ് ചെയ്യാം, ഞാൻ പറഞ്ഞു ഇവളുടെ വീട്ടിൽ ഞാൻ വെയിറ്റ് ചെയ്യാം, അത്രയും വെയിറ്റ് ചെയ്യാം, നിങ്ങൾ ഡൈവേഴ്സ് ചെയ്യേ, വില ഞാൻ പൈസ തരാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവർക്ക് അത് പറ്റില്ല. ഇവളിനെ അവന്റെ കൂടെ അയക്കാൻ പറ്റൂ വീട്ടുകാർക്ക്. എന്നിട്ട് ഇവളുടെ ജീവൻ പോയി കഴിഞ്ഞാൽ ആരും ഉത്തരവാദിത്തം പറയണം? തമിഴ്നാട്ടിൽ അറിയാലോ, ഇപ്പൊ കൊന്നുകൊണ്ട് കിട്ടാ അവര് പറയാ അവള് എന്തോ കടുങ്ങഴി ചെയ്തതാണെന്ന് അല്ല പറഞ്ഞുണ്ടാക്കുള്ളൂ തമിഴ്നാട്ടില്. 6 മാസം വരെ ഞാൻ വെയിറ്റ് ചെയ്തു ഇതിന് വേണ്ടിട്ട്. അപ്പൊ അവർക്ക് താല്പര്യമില്ല. അതിനുശേഷമാണോ ഇവളുടെ വീട്ടിൽ പോയി അതിനുശേഷമാണ് ഞാൻ ഇവളുടെ വീട്ടിൽ പോയി താമസിച്ചത്. അത് കണ്ടിട്ടാണ് ശരി ഡേഴ്സിന് കുഴപ്പമില്ല എവിടെ പോട്ടെ കൊണ്ട് ഇവന്റെ വീട്ടുകാർ തന്നെ ഞങ്ങളെ അമ്പലത്തിൽ കല്യാണം കഴിച്ചതെന്ന് ഞങ്ങളുടെ കല്യാണം കഴിച്ചതിന്റെ രജിസ്റ്റർ എല്ലാം ഉണ്ട്. അമ്പലത്തിൽ പോയി കിട്ടി. അമ്പലത്തിൽ പോയി കഴിച്ച് പിന്നെ പഞ്ചായത്തിൽ പോയിട്ട് ഉള്ള രജിസ്റ്ററും എല്ലാം കയ്യിലുണ്ട്. ഈ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇവരുടെ ഭാര്യയുടെ വീട്ടിൽ തന്നെയല്ലേ നിന്നത്? സുനിതയുടെ വീട്ടിൽ തന്നെയല്ലേ നിന്നത്? അതിനുശേഷം ഈ വീട്ടുകാര് നിങ്ങൾ അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ചെയ്തതെന്നാണോ പറയുന്നത്? പിന്നീട് തീർച്ചയായിട്ടും അതെ. ഞങ്ങള് പോയി കഴിഞ്ഞാല് അവന് 3 ചേച്ചിമാര് വരുള്ളൂ. ഞങ്ങൾ പോയി അറിഞ്ഞിട്ട് എന്താണ് അവിടെ 4 മാസം ഇരുന്നു. കെട്ടുപണിക്കൊക്കെ പോയി. കെട്ടുപണിക്ക് പോയപ്പോ പൈസയൊക്കെ കിട്ടുന്നത് ആദ്യം എൻ്റെ അടുത്ത് ചോദിക്കും, അമ്മയ്ക്ക് കൊടുക്കട്ടെ എന്ന്. നമ്മൾക്ക് എന്തെങ്കിലും എടുത്തു വെച്ചിട്ട് കൊടുക്കും. പക്ഷെ ഒരു എടുത്തു വെക്കാണ്ടാണ് അമ്മൻ്റെ കയ്യിൽ കൊടുത്തത്. അങ്ങനെ കൊടുത്തിട്ടും കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഇതാക്കി. പിന്നെ ഈ മഴ കാരണം കെട്ടുപണി ഉണ്ടാവില്ലല്ലോ. അപ്പൊ പോവാണ്ടായപ്പോ ഓരോന്ന് കുറ്റം പറയാൻ തുടങ്ങി. ആരെങ്കിലും എന്താണ് കെട്ടിയവനെ കുറ്റം പറയുമ്പോ അത് കേട്ട് നിൽക്കില്ലല്ലോ. അപ്പൊ ഞാനും അങ്ങോട്ട് പറഞ്ഞപ്പോ ഈ ആദ്യം കല്യാണം കഴിഞ്ഞതിന്റെ സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ അവര് തന്നെ വിറ്റ് തുറച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആ സ്വർണം എടുത്തേരിയും പറഞ്ഞപ്പോ അത് ഞങ്ങൾ സമ്പാദിച്ചതല്ലെന്ന്. ഇതാണ് എൻ്റെ അമ്മന്റെ വാക്ക് കേട്ടത്. അത് എനിക്കും മനസ്സിൽ അത്രയ്ക്ക് വേദന. ഞങ്ങൾ വെളി ഇറങ്ങിന്ന് അറിഞ്ഞിട്ട് 2ാം പക്കം ഇവര് 3 ചേച്ചിമാരും വന്ന് വിരുന്ന് വിട്ടിട്ട് പോയി. അത് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ അവിടെ ഒരു 5 പറഞ്ഞൊരു കൂട്ടുകാരുണ്ട്, അത് ഞങ്ങളെ വിളിച്ചു കാര്യം വന്ന് അവര് 3 പേര് വന്നിട്ട് പോയി. നിങ്ങൾ അതിനുശേഷമാണ് ഇപ്പം ഷെഡ് കെട്ടി. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട്, ഏട്ടനെ സ്നേഹിക്കണമെന്ന് സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോ അവിടെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് വേലയായിരുന്നു. അപ്പോ എൻ്റെ അമ്മ ഏട്ടൻ്റെ കയ്യിൽ 5000 രൂപ ചോദിച്ചു. അത് കല്യാണം കഴിഞ്ഞിട്ട് ചോദിക്കുന്ന അത് മരുമോൻ്റെ കയ്യിൽ ചോദിക്കുന്ന ഒരു മര്യാദ. ഇത് കല്യാണം കഴിയാത്ത മുന്നേ 5000 രൂപ. അപ്പോൾ ഏട്ടൻ്റെ ഹോട്ടലിലുള്ളവര് ഓണർ പറഞ്ഞു, എന്താ അവളിനെ വിറ്റ് തരുമോന്ന് ഏട്ടൻ്റെ അടുത്ത് ചോദിച്ചതാണ്. ഇത് ഞാൻ എൻ്റെ മൂത്ത ചേച്ചിൻ്റെ അടുത്തൊന്നും ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. എന്നിട്ട് എന്നെ കുറ്റം പെടുത്തിയിട്ടുള്ളൂ. എന്നിട്ട് അതൊക്കെ ഞാൻ സഹിച്ചിരുന്നു. എന്നാ അവര് അനാവശ്യങ്ങൾ പറഞ്ഞിട്ടും എൻ്റെ തള്ളക്കാരോ എൻ്റെ അച്ഛനോ ഒന്ന് അവളിന് പറയണ്ട, വീട്ടിൽ വന്നിരിക്കല്ലേ, ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അപ്പോഴും ഞാൻ ഒറ്റപ്പെട്ട പോലെയായിരുന്നു. ഏട്ടനെ കിട്ടിയപ്പോ എനിക്ക് എന്തോ വലിയ കിട്ടിയ പോലെ. ഞാൻ ഇവളുടെ വീട്ടില് പോയി ഇരിക്കാൻ കാരണം ഇവളുടെ അമ്മയ്ക്ക് വയസ്സായി, അച്ഛനും വയസ്സായി. അവർക്ക് ഒരു ആളും തോന്നിയില്ല. അവർക്ക് ഒരു സഹായിയായി പറഞ്ഞിട്ടാണ് ഞാൻ പോയിരുന്നത്. അത് അവർക്ക് മനസ്സിലായില്ല.
അവർക്ക് എന്തെങ്കിലും വയസ്സായവരും അല്ലേ, ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ ഒരു മനുഷ്യന്റെ കാര്യമില്ലേ, ഒരു വയ്യാണ്ടാവാം, അത് കൂടെ ആള് വേണ്ടേ, ഈ ഒരു പെണ്ണുമായിട്ട് എന്ത് ചെയ്യും? അതൊക്കെയാണ് ഞാൻ അവിടെ പോയി പിന്നെ നിൽക്കാൻ മൂത്ത കാരണം. ചേച്ചിക്കും പിന്നെ അവർക്ക് 3 പേർക്ക് വരാൻ പറ്റില്ല, കുട്ടികൾ ഒക്കെ പഠിക്കണ കാരണം അവർക്ക് വന്ന് ഇരിക്കാൻ പറ്റില്ല. ഞാനുണ്ടെങ്കിൽ വീട്ടിലത്തെ എല്ലാ പണിയും ചെയ്ത് അമ്മ വരുമ്പോഴേക്കും പണിക്ക് പോയിട്ട് വരുമ്പോൾ എല്ലാ പണിയും ചെയ്ത് വെക്കും. അപ്പോൾ ഒരു സഹായമായി അങ്ങനെ ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ പൈസ ഇല്ലാന്ന് അറിഞ്ഞപ്പോ ഞങ്ങളിനെ കറിവേപ്പില പോലെ വെളിയിൽ തള്ളി. അത്രേ പൈസ ഉള്ളൂ. ഉണ്ടെങ്കിലേ ഇവിടെ വിലയുള്ളൂ. പൈസ ഇല്ലാത്തവൻ ഒന്നും വിലയില്ലാത്തവനാണ്. അത് ഞങ്ങൾ മനസ്സിലാക്കി. നിങ്ങളുടെ പാലക്കാട് ഈ പറയുന്ന ജാതി ഇതെന്ന് പറഞ്ഞല്ലേ, എന്താ 2 ജാതി ആയതിന്റെ ആണോ പ്രശ്നം? ജാതി ആയതിന്റെ മാത്രമല്ല, അത് വലിയ ഇതാണ്. ഞങ്ങളുടെ ഗ്രാമത്തിൽ അങ്ങനെയാണ്. എന്താണ് സംഭവം? അതായത് അതിനെ കുറിച്ച്, ആ ഗ്രാമത്തെ കുറിച്ചൊന്നും അറിയാലോ. അത് ജാതി പറഞ്ഞ ജാതി ഇവിടെ പറയാൻ അങ്ങനെ ബുദ്ധിമുട്ടില്ല. ജാതിനെ പറ്റി പറഞ്ഞാൽ ശരിയല്ല. എന്ത് പറ്റി? അത് അങ്ങനെ പറയാൻ പറ്റില്ല എന്നാണ്. അത് ശരിയാവില്ല. ജാതിന്റെയാണ് ഞങ്ങൾ പ്രശ്നം. അല്ല, അത് പറയണം. കാരണം നാളെ ഒരാൾക്ക് ഇതൊന്നും വരരുതല്ലോ. നിങ്ങൾ നേരിട്ട അനുഭവം നിങ്ങൾ പറഞ്ഞാലല്ലേ നമുക്ക് വേറൊരാൾക്ക്. അതായത് ജാതി പറയുമ്പോൾ ഞാൻ ഈഴനാണ്, എൻ്റെ കുട്ടി ചെറുംകുട്ടിയാണ്. ചെറുംകുട്ടിയെ പറയുമ്പോൾ ഞങ്ങളെ വെച്ച് താഴ്ന്ന ജാതിയാണ് ഈ ചെറും പറയുന്നത്. അപ്പം ഞങ്ങൾ മുകളിൽ ഉള്ള ജാതിയാണ്. അപ്പം അങ്ങനെ പെണ്ണ് കെട്ടുമ്പോൾ അവൻ്റെ ഞങ്ങൾ വീട്ടിൽ അത് ഒത്തുവരില്ല. അപ്പോൾ ചിലവര് ഇറക്കി വിടും, ചിലവർ തന്നെ നിലവിളക്ക് എടുത്ത് കയറ്റും. അത് ചിലവര് മനുഷ്യന്മാരിത് അതാണ് സമുദായത്തിൽ പൈസ കെട്ടണം. അപ്പൊ എനിക്ക് ഏറ്റവും പ്രധാനം ഈ ജാതിയല്ല, എന്നെ സ്നേഹിക്കാൻ പറ്റിയ ഒരു പെൺകുട്ടിനെയാണ്. അത് ഞാൻ ജാതി കണ്ടിട്ടല്ല ഞാൻ സ്നേഹിച്ചത്. ഈ കല്യാണം കഴിക്കുന്നവരൊക്കെ ജാതി നോക്കിയിട്ടാണ് സ്നേഹിക്കുന്നത്. എനിക്ക് ആവശ്യം ഒരു പെൺകുട്ടിനെ. എനിക്ക് ജീവിതം വേണമെങ്കിൽ അത് ഞാൻ കണ്ടെത്തിയ എൻ്റെ പെണ്ണാണത്. അത്രേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പിന്നെ ഏട്ടന് വയ്യാണ്ടായി വെച്ചാൽ ഒരു പെണ്ണ് കൂടിയുള്ളത് നല്ലതാണ്. കാരണം ഒരു നേരം വയ്യാണ്ടായി വെച്ചാൽ ആ പെണ്ണുണ്ടെങ്കിൽ കുടിക്കാൻ എന്തെങ്കിലും വെച്ച് കൊടുക്കും. ഇല്ലെങ്കിൽ വയ്യാണ്ടായി വെച്ചാൽ ആരും നോക്കും? ഇത് വയസ്സായ അമ്മമാര് അങ്ങനെ നോക്കാൻ പറ്റുമോ? ഇപ്പോഴും എൻ്റെ ഏട്ടന് മാരേജ് ആയിട്ടില്ല. അപ്പോൾ മാരേജ് അങ്ങനെ പ്രായമൊക്കെ കഴിഞ്ഞു. 34 വയസ്സായി. പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കെട്ടുപണിക്കാർക്ക് പെണ്ണ്, എൻ്റെ ഏട്ടന് കെട്ടുപണി ജോലിയാണ്. അവനൊരു കുടുംബം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾക്ക് ധൈര്യത്തിൽ വീട്ടിൽ കയറാം. ചേട്ടന്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മാറി നിൽക്കുന്നത്. അപ്പോ ഞാൻ അനിയനല്ലേ, അപ്പോ ഏതൊരു ഏട്ടനും ഒരു വിഷമം കാണും. അനിയൻ കല്യാണം കഴിച്ചു, ഒരു പെണ്ണ് കിട്ടിയിലാണ് ഏതൊരു വിഷമം കാണും. കെട്ടുപണി എന്ന് പറഞ്ഞാൽ മറ്റേ ഈ കെട്ടുപണി പറയുമ്പോ ഈ വീടിന്റെ ഏതാണോ അതോ കല്ലിന്റെ കിണർ പണിയാണോ? അല്ലല്ല, വീട് പണി, കെട്ടണ പണി. അപ്പൊ അതിന്റെ ജോലിയാണ്. ഇപ്പൊ മിക്കവാറും ബാങ്ക് ജോലി, സർക്കാർ ജോലി വേണം എന്നൊക്കെയാണ് പെൺകുട്ടികൾ പറഞ്ഞത്. ഇപ്പം മിക്കവാറും 100% കുട്ടികൾക്ക് അതിന് ഈ ജോലി തന്നെ ആവശ്യം. അപ്പൊ എൻ്റെ ഏട്ടൻ കെട്ടുപണിയാണ്. അപ്പൊ അതുകൊണ്ട് ഓരോ പെണ്ണ് അന്വേഷിച്ചും കെട്ടുപണികൾ വേണ്ടെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അവനും ഒരു മാരേജ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സുഹൃത്തെ ഞങ്ങൾ വീട്ടിൽ കയറാന്നുള്ളത് പ്രശ്നമുള്ളൂ. അപ്പോൾ പെൺകുട്ടി കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പൊ അമ്മയ്ക്ക് അച്ഛനും വയസ്സായി, അവര് അവിടെ പോയി പെണ്ണ് നോക്കും. അപ്പൊ അമ്മയും അച്ഛനും പറയുന്നത് ഞങ്ങളെ അന്വേഷിക്കുന്നുണ്ട്, പെൺകുട്ടിനെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ കിട്ടാൻ ഒരു വഴിയില്ല. എൻ്റെ അമ്മ, ഞങ്ങള് പോയാഴ്ച വീട്ടിൽ പോയപ്പോൾ എൻ്റെ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു പെൺകുട്ടീനെയാണ് നോക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ പെൺകുട്ടീനെ കിട്ടാൻ വഴിയുണ്ട്, അതാണ് പ്രശ്നം. ഓക്കെ. സുനിത, ഇപ്പം ചേട്ടൻ സുനിത പറഞ്ഞിട്ടാണ് ആക്രി പെറുക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം സുരക്ഷിതത്വത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇതിന് മുന്നത്തെ എന്തൊക്കെയോ സംഭവിച്ചു എന്ന്. എന്താ സംഭവം പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ കഞ്ചാവ് വലിച്ചിട്ട് എന്നെ കണ്ടിട്ട്, ഒരു പെണ്ണിനെ കണ്ടിട്ട് കഞ്ചാവ് വലിച്ചിട്ട് ഇങ്ങനെ ഇതായി. ഞാൻ പറയാം, ഇവിടെ ഇന്റർവ്യൂവിന് ഞങ്ങൾ നേരത്തെ വന്നു. നേരത്തെ ഒരു 3:30 വന്നു. 3:30 ഞങ്ങൾ വരുന്ന സമയത്ത് അപ്പൊ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് പിടിച്ചില്ല. അപ്പൊ ഒരുത്തൻ സ്കൂട്ടി വന്നിട്ട് ഞങ്ങളോട് അനാവശ്യം പറയാ, കൈ കാണിക്കുക, അനാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ 4 സൗണ്ട് ഇട്ടപ്പോ അവൻ പേടിച്ചു പോയി. അപ്പൊ ഞങ്ങളാണ് ഇപ്പൊ ട്രെൻഡ്, ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളാണ് ഇപ്പൊ ട്രെൻഡ്. അപ്പൊ ഞങ്ങൾ അറിയുന്ന ഒരു ഫാൻസ് ഉണ്ട്, എന്താ ചേട്ടാ പ്രശ്നം ചോദിച്ചു. അപ്പൊ ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. അപ്പൊ ഇപ്പൊ ഞങ്ങൾ അറിയുന്നതുകൊണ്ട് ഞങ്ങളുടെ കൂടെ
ആൾക്കാരുണ്ട്. ഇതിന്റെ മുന്നേ ഞങ്ങൾ അറിയാത്ത നാളുകളിൽ ഞങ്ങൾ പെട്ട വേദന, ഞങ്ങൾ പെട്ട അനുഭവം. ഈ രാത്രിയിലെ ഈ സാമൂഹ്യ വിരുദ്ധരെന്ന് പറയുന്ന കള്ളു കുടിച്ചിട്ട് നിങ്ങളുടെ ഷെഡിൽ കയറി വരുമോ? ഷെഡിൽ കയറിയില്ല, ആ പരിസരത്ത് വന്നിട്ട് അനാവശ്യം കാണിക്കലും. ഇതിപ്പോ പച്ചയ്ക്ക് പറയാന്ന് വെച്ചാൽ കള്ളു കുടിച്ചിട്ട് അറിയാലോ, ഈ ഉടുത്തുണി ഇല്ലാണ്ട് അടി ഉണ്ടാക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ എൻ്റെ ഇത്തിരി ധൈര്യം, ഇത്തിരി വീഡിയോയിൽ പറഞ്ഞ പോലെ ചങ്കൂറ്റി ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്. ഇപ്പം അവിടെ ഈ മുനിസിപ്പാലിറ്റിക്കാർ ആ പ്രദേശം കോർപ്പറേഷനാണെങ്കിൽ കോർപ്പറേഷൻ അവർ വന്നിട്ട് നിങ്ങളോട് ചോദിച്ചിട്ടില്ല എന്താ ഇവിടെ കിടക്കണ? അനധികൃതമായിട്ടാണല്ലോ അവിടെ കിടക്കുന്നത്, കുടിയേറ്റക്കാർ പോലെയാണല്ലോ. ഞങ്ങൾ അവരോട് സമ്മതമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചില്ല. നിങ്ങൾ മാത്രമേ ഉള്ളൂ ആ സ്ഥലത്ത്? ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം എങ്ങനെയാണ് ഒരു ഷെഡിൽ ഇപ്പം രണ്ടുപേരും ഒരു വീടുണ്ടായിരുന്നു, ആ വീട്ടിൽ നിന്ന് നമ്മൾ ടാർപോളിൻ കെട്ടി വലിച്ച് കെട്ടിയിട്ട് സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും കഴിയും. അത് നമുക്ക് സ്നേഹമാണ് ഏറ്റവും വലുത്. ഈ പറയുന്ന ചുമരോ വാർക്ക വീടോ അതൊന്നും ഒരു പ്രശ്നമല്ല, നമുക്ക് സ്നേഹം ഉണ്ടാവണം. അപ്പം നിങ്ങൾ ഈ പറയുന്ന ഞാൻ എപ്പോഴും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എണീറ്റിരിക്കാൻ പോലും പറ്റാത്തത്ര ഇതിലാണ് നിങ്ങളുടെ സ്ഥലം കണ്ടേക്കുന്നത്. അവിടെ എങ്ങനെയാണ് എണിച്ച് നിൽക്കാൻ പറ്റും, പക്ഷെ ഞങ്ങൾ വീട് ചെയ്യുന്നത് അങ്ങനെ ആയിപ്പോയി, ഇതിലായിപ്പോയി. എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും ഈ ഒരു കാലത്തിൽ നിന്ന് ഇപ്പം നിങ്ങൾ തന്നെ അറിയാം 2026 നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണത് ഇപ്പൊ പറഞ്ഞ പോലെ പകല് പോലും നമുക്ക് അത്രയും ഉറപ്പില്ലാണ്ട് എങ്ങനെയാണ് അവിടെ കിടക്കാൻ പറ്റുന്നത്? അതന്നെ ഞാൻ പറഞ്ഞില്ലേ, അതേ ഞാൻ ഡയലോഗ് തന്നെ പറഞ്ഞത്. എൻ്റെ നെഞ്ചിൽ ചങ്കുറ്റും ഉള്ളത്തെ കാലം വരെ അങ്ങനെ ഇരിക്കണേ. അങ്ങനെ ഇല്ലേ ഇപ്പോൾ വീട് നോക്കണ്ടല്ല, പക്ഷെ എൻ്റെ കാലം കഴിയുന്നവരെ ഇവളുടെ കൂടെ ഞാൻ ഉണ്ടാവും. അത് എവിടെയായാലും. അതെന്താ വാടകയ്ക്ക് വീട് നോക്കാത്തത്? അഡ്വാൻസ് എടുത്ത വഴിക്ക് 20,000 രൂപ 10,000 ചോദിക്കണം. ഇപ്പോൾ കയ്യിൽ എടുക്കാനില്ലാത്തതുകൊണ്ടാണ് അഡ്വാൻസ് തുക. അതായത് പെട്ടെന്ന് വീടെടുത്ത് അഡ്വാൻസ് മാറാനുള്ളതില്ല. പക്ഷെ നിങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ നമുക്ക് ഇങ്ങനെ? ഒത്തിരി പേര് സഹായം ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഒത്തിരി പേര് സഹായം ഞങ്ങൾക്ക് ചെയ്ത് തരുന്നുണ്ട്, പലരും ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും വീടെടുത്ത് മാറാനുള്ള ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഈ ആക്രി പെറുക്കാന്ന് പറഞ്ഞാൽ എന്താ? രാവിലെ എണീറ്റിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെയാണോ പോകുന്നതോ? അല്ലല്ല, ഞാൻ തന്നെ പോകും. കാരണം ഇവിടുന്ന് ഒറ്റയ്ക്കിട്ട് എനിക്ക് അത്ര ഇതിൽ പോകാൻ പറ്റില്ല. 6 മണിക്ക് പോകും. അതായത് ഈ ജോഗിങ്ങിന് ആൾക്കാർ വരുമല്ലോ, ഈ ഓടാൻ രാവിലെ ഹൈവേ ആയതുകൊണ്ട് അവിടെ ഓടാൻ ആൾക്കാർ വരും. അപ്പൊ ഓടാൻ ആൾക്കാർ വരുമ്പോ ഇവർക്ക് സേഫ്റ്റി ആയി, ആൾക്കാരൊക്കെ ആയല്ലോ. അപ്പൊ ഈ സമയത്ത് ഞാൻ ഒരു വലിയൊരു ചാക്ക് എടുത്തിട്ട് ഞാനിങ്ങനെ പാലക്കാട് റൗണ്ട് ഇങ്ങനെ ചുറ്റി പോകും. അപ്പൊ ഞങ്ങൾക്ക് അത്ര ഉള്ള 250 രൂപ 200 രൂപ അങ്ങനെ കിട്ടും. ഈ വരുമാനം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഈ പറഞ്ഞ 250 രൂപയ്ക്ക് കുപ്പി അതാണോ പെറുക്കുന്നത്? കുപ്പി പറഞ്ഞാൽ അതെ, കുപ്പി. ഈ ബോട്ടൽ കിട്ടും, ബീർ കിട്ടും, അട്ട കിട്ടും. അട്ടപ്പെട്ടി, ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവരുന്ന പെട്ടിയാണ്. ഈ അട്ടപ്പെട്ടി അതാണ് കിട്ടുന്നത്. ഇത് കിട്ടി 250 രൂപയ്ക്ക് അന്ന് അങ്ങനെ വേണോ അരിയും സാധനമൊക്കെ വാങ്ങിക്കാൻ? അരി സാധനമല്ല. പിന്നെ പാലക്കാട് ജില്ലയിൽ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാൽ 3 നേരം ഫ്രീ ആയിട്ട് ആഹാരം കിട്ടും. ഒന്ന് പോലീസ് സ്റ്റേഷന്റെ അവിടെ പൈസ കൊടുക്കണ്ട, പിന്നെ ഹോസ്പിറ്റലിൽ പോയി വെച്ചാൽ ഫ്രീ ആയിട്ട് അതിന്റെ അവിടെ ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടും, പൈസ കൊടുക്കണ്ട. അപ്പൊ ഞങ്ങൾക്ക് ചെലവ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും വയ്യാണ്ടായി കഴിഞ്ഞാൽ 2 ദിവസം അങ്ങനെ വയ്യാണ്ടായി കഴിഞ്ഞാൽ ഇല്ല ഇങ്ങനെ വർക്കിന് പോയില്ലെങ്കിൽ അപ്പോൾ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കഴിക്കും. അതിന് ഇപ്പോൾ അതിൽ ചിലവും. പിന്നെ ഞങ്ങൾ ടോയ്ലറ്റും കുളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെവിടെയാ? അത് ഇവള് ടോയ്ലറ്റിൽ പോകും, പക്ഷെ ഞങ്ങൾക്ക് കുളമുണ്ട്. അപ്പൊ ഞാൻ കുളത്തിൽ പോയിട്ട് കുളിക്കും. സ്റ്റേഡിയത്തിന് അവിടെ തന്നെ ഉണ്ട്. അതെ, ശരിക്കും ഞാനത് ചോദിക്കണം എന്ന് ഓർത്തൊരു കാര്യമാണ്. ഒരു സ്ത്രീയാണ്, നമുക്കിപ്പം തന്നെ പീരിയഡ്സ് വരും, അങ്ങനെയൊക്കെ ഉള്ളൊരു അവസരത്തിൽ ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ രണ്ടുപേരും നല്ല വീട്ടിൽ നിന്നാണ്, അവിടെ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഒരു സേഫ്റ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. കാരണം ആ സമയത്ത് അതിനകത്ത് ഇവളുടെ സേഫ്റ്റി ഞാനുണ്ടാകുമ്പോൾ പിന്നെ അത് പേടിക്കണ്ട. ഇവൾക്ക് എന്ത് സംഭവിച്ചാലും ഇവളുടെ കൂടെ ഞാനുണ്ട്. അതിപ്പോ ചേച്ചി പറഞ്ഞ പോലെ അത് വന്നാലും ഇവളിന്റെ അത് നോക്കാനുള്ളത് എനിക്ക് അതിനുള്ള ഇതുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയായിരുന്നു എനിക്ക് ആദ്യം ജന്മം തന്നത്. ഇപ്പൊ എനിക്ക് എന്നെ ഈ മദ്യപാനത്തിനും ഈ കൂട്ടുകെട്ടിനും എല്ലാം നിർത്തിയ ഒരു വ്യക്തിയാണ് എൻ്റെ ഭാര്യ. അപ്പൊ എനിക്ക് രണ്ടാമത്തെ എന്ന് ഷാനൻ പറയണെങ്കിൽ എൻ്റെ ഭാര്യയാണ്. ഇപ്പൊ എൻ്റെ അമ്മ ഇപ്പൊ എൻ്റെ കൂടെയില്ല, ഇപ്പോൾ കൂടെയുള്ളത് എൻ്റെ ഭാര്യയാണ്. ഇപ്പൊ എനിക്ക് നമ്പർ 1 ഇവളാണ്.
എൻ്റെ അമ്മയുണ്ട്, പെറ്റ അമ്മയില്ല പറയുന്നില്ല, പക്ഷെ ഇവള് എൻ്റെ കൂടെ ഉണ്ട്, അത്ര പോലെ. മതി.